അന്നത്തെ കാലത്തെ മ്യൂസിക് റെക്കോർഡിംഗ് സെഷൻ പിന്നെ RR പരിപാടികളും ഒക്കെ ഇപ്പോൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാറിന് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇപ്പം നമുക്ക് അമൃത അന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഈ ടെക്നോളജി വളർന്നുകൊണ്ട് വളരെ 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 ഈസിയാണിപ്പോൾ. പണ്ട് അങ്ങനല്ല. ഇപ്പോൾ ഒരു പാട്ട് പഠിച്ച് അതിൻ്റെ ഓർക്കസ്ട്ര ഈ പ്രോഗ്രാമിങ് പോലും ഇല്ല. അതൊക്കെ ഈ കീബോർഡ് പ്ലേയേഴ്സ് വായിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയും മ്യൂസിഷ്യൻസ് ഇരുന്ന് അത് അറ്റ് എ ടൈം വായിക്കണം. അതിൻ്റെ കൂടെ പാട്ടുകാർ ശ്രുതി ചേർത്ത് പാടണം, അക്ഷരസ്ഫുടതയോടെ പാടണം. പിന്നെ അതിന് കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഒരു ഓപ്ഷനും ഇല്ല. പിന്നെ വീട്ടിൽ ഇരുന്ന് പാടി കറക്റ്റ് ചെയ്യാന്നേ ഉള്ളൂ. അല്ലാതെ ഇറങ്ങിയ റെക്കോർഡിന് പറയാൻ നടന്ന് നോ കറക്ഷൻ. അപ്പോൾ അന്നുള്ള സംഗീത സംവിധായകരുടെ ഒരു ജഡ്ജ്മെൻറ്റും കൂടെ ആലോചിക്കണം. പണ്ടൊക്കെ ഇത് കേട്ടിട്ടൊന്ന് റീപ്ലേ ചെയ്ത് കേൾക്കാൻ പോലും പറ്റത്തില്ല. ഇത് പ്രോസസ്സായി വന്നാലേ സൗണ്ട് കേൾക്കാൻ പറ്റും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു പണ്ട്, വളരെ പണ്ട്. റെക്കോർഡിങ് നേരെ ഫിലിമിലോട്ടങ്ങാണ്ടാണ് ചെയ്യുന്നത്. അതൊക്കെ പോയി പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് വന്നാലേ അത് കേൾക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് അപ്പോൾ അവർ ജഡ്ജ് ചെയ്തേക്കുന്നത്. സമ്മതിക്കാതിരിക്കാൻ പറ്റും. കാര്യം എല്ലാം പെർഫെക്റ്റ്. ഇപ്പോൾ മ്യൂസിഷ്യൻസ് ആണെങ്കിലും സിംഗേഴ്സ് ആണെങ്കിലും അത്ര പെർഫെക്റ്റായിട്ട് പാടുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം പാടുന്നവരില്ലെന്നല്ല, പാടുന്നവരുണ്ട്. എന്നാൽ അവർ വരെ മടി പിടിച്ചിട്ട് ഓട്ടോ ട്യൂൺ ഉണ്ടോ പറ്റുന്നുണ്ടോ ശരി ഇതൊക്കെ പറഞ്ഞ് നടക്കുക. അല്ലാതെ ഒന്ന് നേരെ പാടണം എന്നുള്ളത് കാര്യം ഈ ടെക്നോളജി ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട് ഇതിന്. ബെസ്റ്റ് ഇനി പാടണ്ട, അതിലെ കൂടെ നടന്നു പോയാൽ തന്നെ നമ്മുടെ പാട്ട് വരും പുറത്ത്. എല്ലാം അത് സ്വന്തമായിട്ട് ചെയ്യുക. അത് ഒരു വിധത്തിൽ നമ്മൾ ടെക്നോളജി വളരുമ്പോൾ നമുക്കത് പോസിറ്റീവായിട്ട് ഇപ്പോൾ ഇൻ്റർനെറ്റ് എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പക്ഷേ യൂസ് ചെയ്യുന്ന എല്ലാം ഒരു 90% അത് അതിനെ മാക്സിമം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഇതൊക്കെ വന്നു തുടങ്ങി AI ഒക്കെ ആകുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും. നമുക്ക് ചുമ്മാ ഒരു സംഭവം ചെയ്യാമെന്നുള്ളതല്ലാണ്ട് ലൈവ് ഓർക്കസ്ട്ര, ലൈവ് സിംഗിങ് എന്നുള്ളതിന് വാല്യൂ വേറെയാണ്. അത് ഇത്രയും അങ്ങോട്ട് ടെക്നോളജി വളരുമ്പോൾ ഞാൻ അങ്ങനെ ഒരാളല്ല. ഞാനത് ഒരു റിയൽ സംഭവം നമുക്കിപ്പോൾ ഈ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ ഒരാൾ പാടിപ്പോയാൽ ഉടനെ ഇങ്ങോട്ട് എടുത്തിട്ട് നമ്മളങ്ങ് വരപ്പ് തുടങ്ങും. അത് വേറെ കാര്യം. എന്നാലും എനിക്ക് കൂടുതലും ആ റിയലായിട്ട് അതൊരു സന്തോഷം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പാട്ടുകാർ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ തന്നെ പാടുകയാണല്ലേ സാർ? പാടിക്കൊണ്ടാണ് ജനിക്കുന്നത്. അങ്ങനെ അമ്മ അറിയുന്നത് കുട്ടി ജനിച്ചോണ്ട്. അതായത് ഒരുപാട് എക്സ്പോഷറും. പിന്നെ അതല്ലേ പണ്ട് ദാസേണ്ണ ഇല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ കഷ്ടപ്പെട്ട് ദാസേണ്ണൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എടാ മോനെ എത്ര നല്ല പൈപ്പ് ഇവിടെ ഓരോ തെരുവിലുണ്ടെന്ന് എനിക്കറിയാമെന്ന്, നല്ല വെള്ളം കിട്ടുന്നു, കുടിച്ചിട്ടുണ്ട്, തോർത്ത് കെട്ടിയിട്ട് നനഞ്ഞ തോർത്ത് കെട്ടി പോയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ വലിയ വിഷമമാണ്. എന്നാൽ അത് അത്രയും മഹാനായിട്ടുള്ള ഒരു ഗായകൻ. അപ്പോൾ എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ റിഹേഴ്സൽ എന്നൊക്കെ പറയുമ്പോൾ അവരിരുന്ന് കട്ടക്കിരുന്ന് പാടണേ. അത്രയും പാടിപ്പാടി അങ്ങ് അലുവ പോലെ ആയിട്ടാണ് ഈ ടേക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ പാട്ടിന് ആ ഒരു ഗുണം.